ഇന്നിപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി പോണത് നനയ്ക്കാനാണ് കേട്ടോ. എടാ എൻ്റെ കൂടെ വായ അമ്മയ്ക്ക് കുറച്ച് വീഡിയോസ് എടുത്ത് തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊണ്ടുപോയതാട്ടോ. പിന്നെ അത് നേരെ കളിക്കാൻ വിട്ടു. പിന്നെ ഞാൻ ആരായി? പിന്നെ ഞാൻ അവനെ തിരിച്ച് വിളിച്ച് ഫോണ് കയ്യിൽ കൊടുത്തുട്ടാ. ഒതുങ്ങി നിന്റെ വീഡിയോസൊക്കെ എടുത്ത് തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ മുകളിലേക്ക് നനയ്ക്കാൻ കയറി. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ 1-2 ക്ലിപ്പിങ്സൊക്കെ അവർ എടുത്തു തന്നു. പിന്നെ അവൻ്റെ പ്രൊഫഷണൽ കഴിവൊക്കെ പുറത്തിറക്കാൻ തുടങ്ങി. കമ്പിയും കല്ലും ചുമരും മുറ്റത്ത് കിടക്കണ എംസാൻറ്റ് വരാൻ വീഡിയോ എടുക്കണുണ്ട് കേട്ടോ. ഞാൻ പറയണ്ട എടാ എന്നെ എടുക്കുക, ഞാൻ നനയ്ക്കണത് വീഡിയോസ് എടുക്കുന്നൊക്കെ പറയണ്ട കേട്ടോ. അവസാനത്തെ അവൻ ജനലിൻ്റെ കൂടെ കമ്പിയുടെ ഉള്ളിൽ കൂടെ വന്നിട്ട് അവൻ എന്നെ വീഡിയോ എടുക്കുകയാണേ. ഞാൻ ചോദിക്കുന്നുണ്ട് എന്നെ എടുക്കണുണ്ടോ എന്ന് ചോദിക്കില്ലേ. അങ്ങനെ ഇന്നത്തെ എൻ്റെ നനയ്ക്കൽ കഴിഞ്ഞതും കറണ്ട് പോയതും ഒപ്പായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കാര്യപരിപാടികൾ ഞാൻ വേഗം അവസാനിപ്പിച്ച് വേഗം സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോഴാട്ടാ നമ്മളെ രാക്ഷസൻ ഇവിടെ ആകെ സിമെന്റിൽ മൂടിയിരിക്കണ്ടേ. നമുക്ക് പിന്നെ ഒന്ന് കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുക്കണം. പിന്നെ എന്നത്തെയും പോലെ വീടിന്റെ പിറകിൽ തെങ്ങിൻ തൈ പോയി നോക്കി. അതാകെ വാടിക്കൊഴഞ്ഞിരുന്നു കേട്ടോ. ഇന്ന് ഈ കായ ഇങ്ങനെ വീണെടുക്കും. ഇതിന്റെ പേരെന്താണെന്ന് അറിയില്ലേ? നമ്മുടെ ഈ തൊടിയിലൊരു കൈതച്ചക്ക ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ അടുത്താണ് മഴ പെയ്തപ്പോഴാട്ടോ പൊന്തി വന്നത്. അപ്പം അതും ഒന്ന് വെറുതെ പോയി നോക്കി. പിന്നെ ഇന്ന് ഇതേ നമ്മളെ പൂവന്ന് നോക്കും. അപ്പം ഇന്നിങ്ങനെ വന്ന് നോക്കിയപ്പോഴാണ് കേട്ടോ 2 ദിവസം മുൻപ് നമുക്കൊന്ന് കിളിക്കൂട് കിട്ടിയിരുന്നു കേട്ടോ. അത് കുട്ടികൾ വെറുതെ ആ കുറ്റിച്ചെടിമ വെച്ചിരുന്നേ. വല്ല കിളികളും വന്ന് കയറി ഇരുന്നാലും അമ്മ എന്ന് പറഞ്ഞിട്ട് വെച്ചതായിരുന്നു. അപ്പം അതിനൊരു എനക്കില്ല. അപ്പം സിദ്ധു പറയുന്നുണ്ട് കിളികൾ ഇത് കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്.